നമസ്തേ. മുൻ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് പുതിയാപ്പിളയാണ്. എന്റെ നാട്ടിലെ പുതിയാപ്പിളയാണ്. ആരാടോ ഭാര്യ? ഭാര്യ ആരാണെന്ന്? വിവാഹമാണോ? വ്യഭിചാരമാണ് വ്യഭിചാരം. അത് പറയാൻ തൻ്റെ ഇടം വേണം. CH മുഹമ്മദ് കോയയുടെ നട്ടല് നമ്മൾ ഉപയോഗിക്കണം. ഒരു ഹൈന്ദവ സ്ത്രീയെക്കുറിച്ച്, ഒരു പിന്നാക്ക സമുദായ യുവതിയെക്കുറിച്ച് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ കല്ലായി പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. കോഴിക്കോട് നടന്ന വഖഫ് സംരക്ഷണ റാലിയിൽ വെച്ച് പതിനായിരങ്ങളെ അഭിസംബോധന ചെയ്ത് അത്യന്തം ആർജവത്തോടെ പറഞ്ഞ കാര്യം. ഇത്രയും നെറികെട്ട ഒരു അഭിപ്രായം പറഞ്ഞ ആ ഞരമ്പ് രോഗിക്കെതിരെ സമുദായ നേതാവ് വെള്ളാപ്പള്ളി തമ്പുരാൻ ഒരു വാക്ക് മൊഴിഞ്ഞിരുന്നു. സഖാവ് മുഹമ്മദ് റിയാസ് വീണ വിജയനെ വിവാഹം ചെയ്താൽ മാത്രമല്ല, എല്ലാ മുഹമ്മദ്മാരും ആരെയൊക്കെ മതം മാറ്റാതെ വിവാഹം ചെയ്യുന്നുവോ അതെല്ലാം വ്യഭിചാരമെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അവിടെ പറഞ്ഞു വെക്കുന്നത്. മതപുസ്തകത്തിലെ പ്രാമാണിക പ്രകാരം ഇത് ശരിയാണ് താനും. അതുകൊണ്ട് ലീഗ് നേതാവ് പറഞ്ഞത് തെറ്റാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞാൽ തങ്ങളുടെ പ്രാമാണിക ലിഖിതങ്ങൾ തെറ്റാണെന്ന് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് ഒടുക്കത്തിൽ ഖേദം പ്രകടിപ്പിച്ച് തടി രക്ഷപ്പെടുത്തി. മുഖ്യമന്ത്രിക്ക് പരാതി ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ ഇതര വിഭാഗങ്ങളുടെ അമിതമായ മതേതര ആസക്തി കൊണ്ടാണോ എന്നും അറിയില്ല. ഹൈന്ദവ സമുദായ പോരാളികളായ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും പുന്നല ശ്രീകുമാറും മറ്റു ഹൈന്ദവ സംഘടനാ നേതാക്കളും ഒന്നും ഒരക്ഷരം ഇതിനെതിരെ മിണ്ടിയില്ല. ഇപ്പോൾ റിപ്പോർട്ടർ TVയിൽ മുൻ MSF കാരനായ മാധ്യമപ്രവർത്തകന് തീവ്രവാദി പട്ടം കൊടുത്ത വെള്ളാപ്പള്ളി അന്ന് ഇതിന്റെ 10-1 ആർജവത്തിൽ ലീഗ് സെക്രട്ടറിയെ തീവ്രവാദി എന്ന് വിളിച്ചിരുന്നുവെങ്കിൽ പൊതുജനം നിങ്ങൾക്ക് പൂമാല ചാർത്തിയേനെ. ഭൂരിപക്ഷം സമുദായത്തിന്റെ നികുതി പണം കൂടിയെടുത്ത് ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ എന്ന പേരിൽ സ്കൂളുകളും സ്ഥാപനങ്ങളും വാങ്ങിക്കൂട്ടുന്ന ലീഗുകാർ തന്നെ ഇതര മതസ്ഥരുടെ കുടുംബത്തിലെ സ്ത്രീകൾ വ്യഭിചാരികൾ എന്ന് പറഞ്ഞാൽ നീട്ടിയൊരു ആട്ടെങ്കിലും വെച്ചു കൊടുക്കണ്ടേ? അത്രയെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? എന്നിട്ട് ചെയ്തോ? അന്ന് ഇത് ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇന്ന് ലീഗുകാർ SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ തലയിൽ കരിയോയിൽ ഒഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. SNDP യോഗം ജനറൽ സെക്രട്ടറി ഒരു മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് പറഞ്ഞാൽ ഇസ്ലാമോഫോബിയയും, എന്നാൽ മുസ്ലിം ലീഗ് സെക്രട്ടറി മതം മാറ്റാതെ നടത്തുന്ന വിവാഹങ്ങളെ, മുഖ്യമന്ത്രിയുടെ മകളുടെ വിവാഹം പോലും ചൂണ്ടിക്കാട്ടി വ്യഭിചാരം എന്ന് വിളിച്ചാൽ അത് അവഗണിക്കാവുന്ന വിഷയമായി മാറുന്നത് എങ്ങനെയാണ്? മുസ്ലിം ലീഗിന്റെ തന്നെ സംഘടനയായ സമസ്തയുടെ സെക്രട്ടറി മുക്കം ഉമ്മർ ഫൈസി പറഞ്ഞത് ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളൊക്കെ ദുർനടപ്പുകാരികളാണെന്നാണ്. ഇതേ മുക്കം ഫൈസി തന്നെ മറ്റൊരു വേദിയിൽ ഹൈന്ദവ ആരാധനാമൂർത്തിയായ പാർവതി ദേവിക്കെതിരെ അശ്ലീല പരാമർശവും നടത്തിയിട്ടുണ്ട്. അന്നൊരു ഫോബിയയും ഇവിടെ ചർച്ചയായില്ല. എല്ലാം അടക്കി പിടിച്ച് കുടുംബവാഴ്ച നടത്തുന്ന ഒരാളെ കൊണ്ട് ഒരു കാലത്തും ഒരു സമുദായത്തിലെയും സാധാരണക്കാർക്ക് പ്രയോജനം ലഭിക്കില്ല. പക്ഷേ മുസ്ലിം ലീഗ് എന്ന മത പാർട്ടി ഉണ്ടായിട്ട് ഇതര മതസ്ഥരായ ഹിന്ദുക്കളെ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കുമെന്ന തീവ്രവാദി മുദ്രാവാക്യം വിളിച്ച് റാലി നടത്തിയവർ മറ്റൊരു സമുദായ നേതാവിന്റെ തലയിൽ കരിയോയിൽ ഒഴിക്കുമെന്നൊക്കെ വിളമ്പുന്നത് അല്പം ആലോചിച്ച് മതി എന്നാണ് അഭിപ്രായം. ഇനി SNDP സെക്രട്ടറിയുടെ തലയിൽ ടാർ ഒഴിക്കണമെന്ന് മലപ്പുറം യൂത്ത് കോൺഗ്രസുകാർക്ക് വാശിയാണെങ്കിൽ ആദ്യം മുസ്ലിം ലീഗ് സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ കല്ലായിയുടെയും സമസ്ത സെക്രട്ടറി ഉമ്മർ മുക്കം ഫൈസിയുടെയും മൂർധാവിൽ കുറച്ചൊഴിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ. ശേഷം നമുക്ക് നടേശൻ മുതലാളിയെ പിടിക്കാം. അതല്ലേ നീതി? അതല്ലേ ന്യായം?